ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വിഷു ഈദ് സിനിമകൾ 2 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട് 3-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നിങ്ങനെ 2 സിനിമകളുടെയും 2 ദിവസത്തെ കേരള ഗൾഫ് ഒപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ കേരള പ്രീസെയിൽ കണക്കുകളിലേതും പോലെ അതോടൊപ്പം തന്നെ ആദ്യ ദിവസത്തെ FT കേരള വേൾഡ് വൈഡ് കളക്ഷനിലേതുപോലെ തന്നെ ആവേശം എന്ന സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാൾ കളക്ഷൻ കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നത്. ആവേശത്തിന്റെ 2 ദിവസത്തെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം 3,50,00,000 കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഫഹദിന്റെ ആവേശം 2-ാം ദിവസം കേരളത്തിൽ 3 കോടി രൂപയ്ക്ക് മുകളിൽ 3,25,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ മാത്രം 6,75,00,000 സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി വിദേശത്തേക്ക് വരികയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ സിനിമയ്ക്ക് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഗൾഫ് ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് 2-ാം ദിവസം വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം 4,90,00,000 ആയിരുന്നു സിനിമയുടെ ഗ്രോസ് എങ്കിൽ ആകെ 2 ദിവസത്തെ ഗൾഫ് ഗ്രോസ് കളക്ഷൻ $1.2 മില്യൺ, അതായത് 10 കോടി കളക്ഷനിലേക്ക് ഗൾഫിൽ മാത്രം സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആകെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 21,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ബോളിവുഡിന്റെ വിഷു ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 2 സിനിമകളുടെയും 2 ദിവസത്തെ ആകെ എസ്റ്റിമേറ്റ് കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് 2 സിനിമകളുടെയും വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ 2 സിനിമകളും 20 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ആവേശം 21,50,00,000 വേൾഡ് വൈഡ് കളക്ഷൻ എത്തുമ്പോൾ 2 ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം നേടിയെടുത്തത് 20 കോടി വേൾഡ് വൈഡ് കളക്ഷനാണ്. എങ്കിൽ പോലും 1.5 കോടി വ്യത്യാസത്തിൽ 2 സിനിമകളിൽ ആവേശം എന്ന സിനിമയാണ് 2-ാം ദിവസത്തെ കണക്കുകൾ പ്രകാരം ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആദ്യ ദിവസവും 2-ാം ദിവസവും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു ഫഹദിന്റെ മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമ ആവേശം. ഇതിനിടയിലെ വിഷു ഇത് റിലീസായിട്ട് 3-മതൊരു സിനിമ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമ നിലവിൽ ഈ ഒരു ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 സിനിമകളുടെ ബോക്സ് ഓഫീസ് പോരാട്ടം ഇനിയും മുന്നോട്ട് നിൽക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നോക്കിയാലും 2 സിനിമകളും ബുക്കിംഗിന്റെ കാര്യത്തിലാണെങ്കിലും കളക്ഷന്റെ പേരിലാണെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ 2 സിനിമകളുടെയും കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.